ശ്രീ രാഹുൽ ഈശ്വർ, നമ്മളെ സംബന്ധിച്ച് ഇത്തരം കൂട്ടായ്മകൾ സമൂഹ മാധ്യമങ്ങളിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാവുന്ന ഇത്തരം കൂട്ടായ്മകൾ, ആ കൂട്ടായ്മകൾക്ക് കിട്ടുന്ന വലിയ പിന്തുണ, അതിൻ്റെ ഭാഗമായി കൂടുതൽ അംഗങ്ങൾ എത്തുന്നത്, അത് നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ നമ്പറായി മാറുന്നത്, ഇതൊക്കെ ആശങ്കയുണ്ടാക്കാനുള്ള കാരണം നമ്മുടെ സമീപകാലത്ത് നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുമായി ചേർത്ത് വയ്ക്കുമാണ്. ഇപ്പോൾ നേപ്പാളിലാകട്ടെ, ബംഗ്ലാദേശിലാകട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ തുണീഷ്യയിലെ ഈ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കാര്യമാകട്ടെ. യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്ന ആഹ്വാനങ്ങൾക്ക് തെരുവിൽ പ്രതിഷേധം പടർത്താൻ ശേഷിയുള്ള ഒരു മരുന്നായി അതിന് മാറാൻ കഴിയും, അതിനൊരു ചാലക ശക്തിയായി മാറാൻ കഴിയുമെന്ന് ലോകത്തെ പല സ്ഥലങ്ങളിലും അനുഭവങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമായി ജനകീയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും വളർത്താൻ പാകത്തിൽ ഈ കൂട്ടായ്മകൾക്ക് ആഹ്വാനങ്ങൾ നൽകാനും അത് തെരുവിൽ സംഘടിപ്പിക്കാനും കഴിയും എന്നതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. രാജ്യസുരക്ഷയാണ് പ്രധാനപ്പെട്ട കാര്യമായി ഇത്തരം നിയന്ത്രണങ്ങൾക്ക് എടുത്തു കാണിക്കുന്നതെങ്കിൽ ഇതിൽ നമുക്ക് രണ്ട് രീതിയിലാണ് ഇതിനോടൊരു അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ വളരെ നിസ്സാരമായി ഇതൊരു പാരഡി പാർട്ടി കൂട്ടായ്മ എന്ന നിലയിൽ നമുക്കതിനെ തള്ളിക്കളയാം, അല്ലെങ്കിൽ അതീവ ഗൗരവമായി ഇതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടതും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതും പിന്നെ കരുതലോടുകൂടി കണക്കാക്കേണ്ടതുമായ ഒരു കൂട്ടായ്മയാണെന്ന് കരുതാം. ഏത് പക്ഷത്താണ് രാഹുൽ ഈശ്വർ നിലയുറപ്പിക്കുക? ശ്രീ ഗോപികൃഷ്ണൻ, ഇത് രണ്ടുമല്ലാതെ മറ്റൊരു മാർഗമുണ്ട്. അത് ഇവരുടെ എനർജി ചാനലൈസ് ചെയ്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഇവരെ ഒരു ക്രിയേറ്റീവ് ചാലക ശക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് അങ്ങ് പറഞ്ഞ രണ്ട് അപ്രോച്ചുകളാണ് യൂഷ്വലി ഗവൺമെന്റ് ചെയ്യുന്നത്. പറയണ ഒന്നെങ്കിൽ നിസാരവൽക്കരിക്കുന്നു, ഇവരെ നിസാരവൽക്കരിക്കുക, അല്ലെങ്കിൽ ഇത് ഒരു ഡിജിറ്റൽ വിപ്ലവമാണെന്ന് പറയുക, ഇത് ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ കെട്ടടങ്ങുമെന്ന് പറയുക, അവരെ മാറ്റി നിർത്തുക. രണ്ട്, ഇവരെന്തോ നാഷണൽ സെക്യൂരിറ്റിയുടെ പേരിൽ പേടിയുണ്ടാക്കുന്നതാണ്, ഇവരെല്ലാം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അമേരിക്ക ചാരന്മാരാണ്, CIA ആണ് ഇവരുടെ പിന്നിലൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കുക. അതാണ് ഗവൺമെന്റുകൾ യൂഷ്വലി ചെയ്യുന്നത്. എല്ലാ ഗവൺമെന്റും ചേർക്കട്ടെ. അത് മാത്രമല്ല, വേണമെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി ഇവർക്ക് മാറാൻ കഴിയുമോ എന്ന ആശങ്കയുമാകാം. അല്ല, ഭരണകൂടത്തിനെതിരായി അങ്ങനെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉയർന്നു വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. അത് BJPയോ കോൺഗ്രസോ അല്ല. ആ കാര്യത്തിൽ നരേന്ദ്രമോദിജിയുടെ അപ്രോച്ച് വളരെ നല്ലതാണ്. മോദിജി ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിമർശിക്കൂ, ആ വിമർശനങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ ശക്തമാക്കുമെന്ന്. അത് നരേന്ദ്രമോദി ആണെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും നമ്മുടെ VD സതീശൻ ആണെങ്കിലും നാളെ വിജയ് ആണെങ്കിലും ഒക്കെ ആ വിമർശനങ്ങളിലൂടെ സ്വയം നവീകരിക്കുന്ന ഒരു ഭരണകൂടമാണ് വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വിജയ് കത്തി നിൽക്കുകയാണ് തമിഴ്നാട്ടിൽ, പക്ഷേ അദ്ദേഹത്തിന്റെ ജ്യോതിഷി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് നിയമിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും വിമർശനം വരുന്നു, മാധ്യമങ്ങൾ ശക്തമായി എതിരഭിപ്രായം ഉയർത്തുന്നു, വിജയ് അതിൽ നിന്ന് പിൻവാങ്ങുന്നു. അവിടെയാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അതായത് വ്യത്യസ്തവും വിരുദ്ധവുമായ ആശയങ്ങൾ പരസ്പരം കൊമ്പ് കോർക്കുമ്പോൾ അതിൽ നിന്ന് അർത്ഥപൂർണമായ സമവായവും ഉത്തരവും കണ്ടെത്താൻ ഒരു ജനതയ്ക്ക് കഴിയുന്ന സ്ഥലത്താണ് ജനാധിപത്യം മഹത്തരമാകുന്നത്. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന വിഷ്ണു KKയ്ക്കും അഭിജിത്ത് ദീപ് എന്ന് പറയുന്ന വ്യക്തിക്കും ഒക്കെ പൂർണ്ണമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളുമാണ് നമ്മൾ നൽകേണ്ടത്. ഇവർ ഇന്നൊരു സ്ട്രക്ചേർഡ് പാർട്ടി അല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, വെറും 7 ദിവസമേ ആയുള്ളൂ, കുറച്ചുകൂടെ കൃത്യം പറഞ്ഞാൽ 6 ദിവസമോ 7 ദിവസമേ ആയുള്ളൂ. ചോദിക്കട്ടെ രാഹുൽ, ഇത് ഈ അരാഷ്ട്രീയവാദികളുടെ ഒരു കൂട്ടായ്മ എന്നൊക്കെയാണല്ലോ ഇവർ വിമർശിക്കപ്പെടുക ഒരു ഭാഗത്ത്. അതായത് ഇപ്പോഴത്തെ ഇവരുടെ ഈ 5 പോയിന്റ് അജണ്ട തന്നെ നോക്കൂ. ഈ 5 പോയിന്റ് അജണ്ടയാണോ ഇവർ പ്രിയോറിറ്റിയായി നിശ്ചയിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത്? ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവമില്ല, അതിന്റെ ശരീരമില്ല, അതിന്റെ ആ രൂപത്തിലേക്ക് അത് വന്നിട്ടില്ല, ഇതെല്ലാം ശരി. പക്ഷേ ഈ തെരുവിലെ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നൽകാൻ പാകത്തിൽ ഒരു കൂട്ടായ്മയായി ഇത് മാറുമോ എന്നത് സ്വാഭാവികമായിട്ടും ഈ കൺവെൻഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടാകുമോ? അതായിരിക്കുമോ ഈ നിയന്ത്രണങ്ങൾക്ക്? അല്ല, ശരിക്കും ആശങ്കപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയക്കാർ എപ്പോഴും അവരുടേതായ രീതിയിൽ ഇൻസെക്യൂർ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ വ്യവസ്ഥാപിത പാർട്ടികളായ BJP, കോൺഗ്രസ്, ഇവരെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എങ്കിലും ഇവർക്ക് മറികടക്കാൻ കഴിഞ്ഞു. അതായത് ഇൻസ്റ്റാഗ്രാം പല മാധ്യമങ്ങളിലെ ഒരു മാധ്യമം മാത്രമാണ്. ഇവർക്ക് എന്തോ ചാലകശക്തി ഉള്ളതുകൊണ്ടാണല്ലോ ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ അടക്കം ഇവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി അവരെക്കുറിച്ച് പല കള്ളക്കഥകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാൻകാരാണ്. ഇന്ന് അഭിജിത്ത് ദീപ് തന്നെ വളരെ കൃത്യമായി 94% അവരുടെ ഫോളോവേഴ്സും ഇന്ത്യയിൽ നിന്നാണെന്നൊക്കെയുള്ള പറഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇട്ടിട്ടുണ്ട്. ശ്രീ ശശി തരൂറിന്റെ അടക്കമുള്ള നിലപാടുകൾ ശരിയാവുന്ന എവിടെയാണ്? പിന്നെ ശ്രീ ഗോപീഷ്ണൻ പറഞ്ഞാൽ ഒരു പോയിന്റ് കറക്റ്റ് ആണ്. ഇത് കൂടുതലൊരു മിഡിൽ ക്ലാസ് ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ് മൂവ്മെന്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും തുടങ്ങിയത്. അതിനൊരു ഗാന്ധിയനായ അണ്ണാ ഹസരയുടെ ഓറ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഇവരുടെ ചാലക ശക്തിയെ പോസിറ്റീവായി കൊണ്ടുവരികയും ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ഇവരെ പോളിസി മേക്കിങ്ങിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ഒറ്റ കാര്യം മാത്രം പറയാം, ഇവരുടെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യം പറയാം. ഇവർ ആദ്യം വെച്ചിരിക്കുന്ന അജണ്ട ഏറ്റവും പ്രസക്തമാണ്. അതായത് ജുഡീഷ്യറിയിലെ റിട്ടയർ ചെയ്യുന്ന ജഡ്ജികൾക്ക് ബാക്കി പ്ലം പോസ്റ്റിംഗ് കൊടുക്കരുത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സീരിയസ് ആയി പഠിക്കുന്ന ആർക്കും അറിയാം, ഇത് വളരെ സീരിയസ് ആയ ഇൻഡെപ്ത് ആയിട്ടൊരു ഡിമാൻഡാണ്. നമ്മുടെ അവസാന ഞാനൊരു ഒറ്റ പോയിന്റ് പറഞ്ഞോട്ടെ രാഹുൽ.
അതായത് അവർ ഈ വെച്ചിരിക്കുന്ന ആവശ്യം ഇതിനും എത്രയോ മുൻപ് ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന ഒന്നാണ്, താങ്കൾക്ക് അറിയാമായിരിക്കും. നിതിൻ ഗഡ്കരി BJPയുടെ ഭാഗത്ത് നിന്ന് അവർ അത് ആവശ്യപ്പെട്ടതാണ്. എനിക്കൊന്ന് BJPയുടെ ദേശീയ കൗൺസിലിൽ തന്നെ ഈ ജഡ്ജിമാർക്ക് നൽകുന്ന ഇത്തരം പോസ്റ്റുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അവരതൊക്കെ മറന്നു, അതിന് വിപരീതമായി പ്രവർത്തിച്ചു എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാം, ഈ ആവശ്യം പുതിയതല്ല, എത്രയോ മുമ്പേ ഉന്നയിക്കപ്പെട്ട ആവശ്യമാണ്, ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അല്ല, ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഈ ബോധിധർമ്മൻ പറയും, മെനി നോ ദ വേ ബട്ട് ഫ്യൂ വാക്ക് ഇറ്റ്. ഒരുപാട് പേർക്ക് വഴി അറിയാമായിരിക്കും, പക്ഷെ ചിലരെ ആ പാതയിലൂടെ നടക്കൂന്ന്. ഏറ്റവും ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ, ശ്രീ രഞ്ജൻ ഗൊഗോയ്ക്കടക്കം അതിനുശേഷം രാജ്യസഭാ MP ആയി പോസ്റ്റിംഗ് കൊടുത്തത് ആരാണ്? ഈ രാഷ്ട്രീയക്കാർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് അങ്ങ് നടത്തിയാൽ പോരെ? അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ എല്ലാ ആൾക്കാരും മഹാന്മാരാണ് ഇല്ലെന്നല്ല. ശ്രീ അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ളവരോ അതിനുശേഷം നിതിൻ ഗഡ്കരിക്ക് അവർക്ക് ഈസി ആയിട്ടൊരു മൂവ് കൊണ്ടുവരാമെന്നല്ലേ ഉള്ളൂ. പക്ഷെ രാഷ്ട്രീയക്കാർ ചെയ്യാതിരിക്കുന്നത് പലപ്പോഴും ജുഡീഷ്യറി, ആരെയും കുറ്റം പറയുന്നില്ല, ഇപ്പൊ അടുത്ത സൂര്യയുടെ ഒരു സിനിമ അടക്കം അതിൽ ഇറങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ഒരു അന്തർധാര സജീവമായി നിർത്തി ചില കാര്യങ്ങൾ ജഡ്ജിമാരെ ഭാവിയിൽ പ്രചോദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ പറഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ ജഡ്ജിമാർ പലപ്പോഴും അവർ കാശിലല്ല പോകുന്നത്, അതിനുശേഷം ഉള്ള പോസ്റ്റിങ്ങുകൾ, അവർക്ക് കിട്ടുന്ന പദവികൾ, ഇത്തരം പദവികളിൽ സർക്കാരിന് അനുകൂലമായി വ്യാഖ്യാനം ചമയ്ക്കുന്ന ജഡ്ജിമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വേദനിക്കുന്ന റിയാലിറ്റിയാണ്. ഒരു വരി കൂടി ഇതിന്റെ ഇടയിലൂടെ പറയാം. ഇപ്പൊ സുപ്രീം കോടതി പറയുന്നുണ്ട് അന്ന് ശബരിമലക്കെതിരെയുള്ള കേസ് ചവറ്റുകുട്ടയിൽ എറിയണമായിരുന്നു എന്ന്. ആ ചവറ്റുകുട്ടയിൽ എറിയണം എന്ന് പറയുന്ന ഒരു കേസാണ് അന്നത്തെ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എടുത്ത് വേറെ രീതിയിലാക്കിയത്. അപ്പൊ ഇതിന്റെ പ്രശ്നം, ഈ ജുഡീഷ്യൽ റിഫോം അടക്കം സീരിയസ് ആയി ചിന്തിക്കുന്ന ഒരു യുവത നമുക്കുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കാനും കെട്ടിപ്പിടിച്ച് പ്രോത്സാഹിപ്പിക്കാനും അല്ലേ ചെയ്യേണ്ടത്? അവരുടെ ഇനി രണ്ട്, ജനാധിപത്യത്തെ ഡീമീൻ ചെയ്യരുത്. അവർക്ക് എല്ലാ പാർട്ടികളെ ആക്രമിക്കാം, കോൺഗ്രസിനെയും BJPയെയും CPMനെയും ആപ്പിനെയും എല്ലാവരെയും ആക്രമിക്കാം. പക്ഷേ ജനാധിപത്യത്തെ ഡീമീൻ ചെയ്യാതെ ഒരു പോസിറ്റീവ് എനർജിയായി മാറാൻ കഴിഞ്ഞാൽ ഈ 7 ദിവസം കൊണ്ട് താങ്കളുടെയും നമ്മുടെയും ചാനലും BBC അടക്കമുള്ള ചാനലും അടക്കം ഈ വിഷയത്തെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ മനോദേഷ്യം അല്ലെങ്കിൽ ധാർമ്മിക രോഷം ഒരു ദേശം ഏറ്റെടുക്കുന്നതും ഒരു രാജ്യം ഏറ്റെടുക്കുന്നതുമല്ലേ നമ്മൾ കണ്ടത്. അതായത് ഇത്രയും എസ്റ്റാബ്ലിഷ് പാർട്ടീസിന് 100 കണക്കിന് കോടി രൂപയുടെ ആസ്തിയുണ്ട്. അവർക്ക് ഡിജിറ്റൽ മീഡിയയിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതിനപ്പുറമുള്ളത് ഈ കോക്രോച്ചുകൾക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വിപ്ലവമാണ്. അതിനെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ അവിടെ രാഹുൽ, എനിക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകണം. അതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി, അതായത് ഈ ട്വിറ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ X അക്കൗണ്ട് പൂട്ടിക്കുന്നതിനുള്ള കാരണം എന്താണ്? IBയുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അങ്ങനെയാണ് IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരം ഈ ട്വിറ്റർ അക്കൗണ്ട് പൂട്ടിയിരിക്കുന്നത്. അതിനൊരു കാരണം, നമ്മുടെ രാജ്യത്തിന്റെ സൊവേറിനിറ്റി, പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായേക്കാവുന്ന വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രമേയങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ഈ അക്കൗണ്ട് വഴി പ്രചരിപ്പിക്കുന്നു എന്ന IB കണ്ടെത്തലിനെ തുടർന്നാണ്. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടായിട്ടുണ്ടാവുക? താങ്കൾ പറഞ്ഞത് ഇതൊരു വിപ്ലവമാണ് എന്നാണല്ലോ. അല്ല, ഞാൻ പെട്ടെന്ന് ഒരു മറുപടി പറഞ്ഞോട്ടെ. ഞാനൊരു വലതുപക്ഷക്കാരനാണ്. ഞങ്ങൾ ഈ വലതുപക്ഷക്കാർക്ക് പലപ്പോഴും നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ക്യാച്ച് വേർഡാണ്. ഈ ഇടതുപക്ഷക്കാർ മതേതരത്വം എന്ന് പറയുന്നത് പോലെ. അതായത് ഈ നാഷണൽ സെക്യൂരിറ്റിക്ക് വിഘാതമാകുമെന്ന് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്നതാണ്. നമ്മുടെ മീഡിയയുടെ കേസിൽ പോലും നമ്മളിത് കണ്ടതാണ്. സുപ്രീം കോടതി അവസാനം സർക്കാരിനോട് പറഞ്ഞു, നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ബെയറിനെ നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചാനലുകളെയും മറ്റും ബാൻ ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി എന്നൊരു സ്കെയർ ക്രോയെ നമ്മൾ ഇൻവോക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പേടിപ്പിക്കാൻ ഉള്ളൊരു സാധനത്തെ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്, ഒരു ദുർഭൂതം വരുന്നു ഇൻവോക്ക് ചെയ്തുകൊണ്ട് ആൾക്കാരുടെ ഇൻഡിപെൻഡന്റ് വോയിസ് അടിച്ചമർത്തുന്നതിൽ അർത്ഥമില്ല. നേരെ മറിച്ച് ഇവരെ ഫ്ലറിഷ് ചെയ്യാൻ അനുവദിക്കുക, ഇവരൊരു ക്വസ്റ്റനിങ് ഫോഴ്സായി മാറുക. നേരെ തിരിച്ച് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഇപ്പം ഇവർ പറയാം, അല്ലെങ്കിൽ CAA ആണ് ഇതിന്റെ പിന്നിലെന്നൊരു ആരോപണമുണ്ട്, പാകിസ്ഥാനിലെ ആൾക്കാരാണ് പിന്നിലെന്ന് ആരോപണമുണ്ട്. ഇതൊന്നും വിശ്വസനീയമായ ആരോപണങ്ങളല്ല, അതൊക്കെ വെറുതെ പറച്ചിലിന് വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് ഇത് യുവതയുടെ എനർജിയാണ്, ഒരു ഡിജിറ്റൽ റെവല്യൂഷന്റെ സ്കോപ്പാണ്. കാര്യമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക, തെറ്റ് പറ്റുന്നെങ്കിൽ മാധ്യമങ്ങൾക്കടക്കം ചൂണ്ടിക്കാട്ടുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.